പത്തനംതിട്ടയിൽ പോക്സോ കേസ് അന്വേഷണത്തിൽ SHO മുതൽ SP വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് DIG റിപ്പോർട്ട്. ഹൈക്കോടതി അഭിഭാഷകനായ നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ കേസ് അന്വേഷണത്തിലാണ് പോലീസ് വീഴ്ച വരുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വിനോദ് കുമാറിനെ സ്ഥലം മാറ്റുമെന്ന് വിവരം. ഹൈക്കോടതി അഭിഭാഷകനും UDF സർക്കാർ കാലത്തെ ഗവൺമെന്റ് പ്ലീഡ് റൂമായിരുന്ന നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസ് അന്വേഷണ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് 3 റിപ്പോർട്ടുകളാണ് DIG അജിത ബീഗം ആഭ്യന്തര വകുപ്പിന് കൈമാറിയത്. അന്വേഷണത്തിൽ കോന്നി പോലീസിനുണ്ടായ വീഴ്ചയിൽ കോന്നി DYSP രാജപ്പൻ റാവുത്തർ, SHO ശ്രീജിത്ത് എന്നിവരെ ജൂൺ 2 സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥ തലത്തിൽ കൂടുതൽ വീഴ്ചകൾ കണ്ടെത്തിയത്. കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത് ആറന്മുള പോലീസിന് കൈമാറിയ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ആറന്മുള പോലീസും വീഴ്ച വരുത്തിയെന്നാണ് DIG റിപ്പോർട്ടിലുള്ളത്. ആറന്മുള SHO പ്രവീൺ, പത്തനംതിട്ട DYSP ആയിരുന്ന S നന്ദകുമാർ, പത്തനംതിട്ട SP വിനോദ് കുമാർ എന്നിവർക്ക് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥലത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ മേൽനോട്ട ചുമതലയിൽ വീഴ്ച വരുത്തിയ SP വിനോദ് കുമാറിനെ ഉടൻ സ്ഥലം മാറ്റിയേക്കും. 3.5 മാസക്കാലം വൈകിപ്പിച്ചാണ് കോന്നി പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു, കേസെടുക്കുന്നതിലും നടപടികളിലും കാലതാമസം വരുത്തി തുടങ്ങിയ പോലീസ് വീഴ്ചകളെല്ലാം DIG റിപ്പോർട്ടിലുണ്ട്. മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് പ്രതി നൌഷാദ് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം നേടിയത്. ജനം, പത്തനംതിട്ട.